നമുക്കിന്ന് എക്സസൈസ് 2.5 ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. 7 വരെ ചെയ്തിട്ടുണ്ട്. ഇനി എട്ടാമത്തതാണ് ചെയ്യേണ്ടത്. എട്ടാമത്തത് ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് 8ac plus bq plus 12a² b plus 6ab² ആണ് കാണുന്നത്. അപ്പം നമ്മൾ ഐഡന്റിറ്റി a plus b whole cube equal to a³ plus 3a² b plus 3ab² plus b³ അപ്പോൾ അതിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം. 2a ഹോൾ ക്യൂബായി 8a³ എന്നുള്ളത് പ്ലസ് b³ പ്ലസ് 3 ഇൻറ്റു a² എന്ന് പറയുന്നത് 2a ഹോൾ സ്ക്വയർ ഇൻറ്റു b പ്ലസ് 3 ഇൻറ്റു 2a ഇൻറ്റു b². അപ്പോൾ ഇത് നമുക്ക് ഇത് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 8a³ പ്ലസ് b³ 4a² ആയി 4a² ഇൻറ്റു 3 12a² b. ഇനി ഇതിൽ 3 ഇൻറ്റു 2 6ab². അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഐഡന്റിറ്റി 2a പ്ലസ് b ഹോൾ ക്യൂബ്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ തന്നെ സൈന് മാറ്റുന്നേ ഉള്ളൂ. 8a³ മൈനസ് b³ നമുക്ക് ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ 8a³ മൈനസ് 12a² b പ്ലസ് 6ab² മൈനസ് b³. അപ്പോൾ ഇതെന്നാണ് നമ്മൾ a മൈനസ് b ഹോൾ ക്യൂബ് പോലെ. a മൈനസ് b ഹോൾ ക്യൂബ് എന്നാൽ a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b³. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ എന്തായി 2a മൈനസ് b ഹോൾ ക്യൂബ് എഴുതാം. അടുത്തത് 27 minus 125a³ minus 135a plus 225a². അപ്പോൾ ഇത് സെയിം ഐഡന്റിറ്റി a മൈനസ് b ഹോൾ ക്യൂബ് ഈക്വൽ ടു a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b³. ഇത് ഓർഡർ മാറ്റി എഴുതി നോക്കിയാൽ മതി. അപ്പോൾ 27 minus 5a plus 225a² minus 125a³ എന്നാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ 3³ എന്നാണ് 27 ആയി. ഇനി നമുക്ക് വേണ്ടത് മൈനസ് 3a² b എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും 125a³ന്റെ 125 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ് 125. അപ്പോൾ 5a ആണ് അതിൽ വരിക 5a. അപ്പോൾ നോക്കിക്കോ 9 ഇൻറ്റു 15 ഇൻറ്റു 9 135 ആയില്ല 135a. അപ്പോൾ അതുപോലെ നമ്മൾ എഴുതും 3 ഇൻറ്റു 3² ഇൻറ്റു 5a പ്ലസ് 3 ഇൻറ്റു 5a² മൈനസ് 5a ഹോൾ ക്യൂബ്. 9 ഇൻറ്റു 25 ചെയ്തതിന് 225 വരും a² വന്നു. അപ്പോൾ ഇത് 3 മൈനസ് 5a ഹോൾ ക്യൂബാണ് നമുക്ക് കിട്ടുക. 64a³ മൈനസ് 27b³ മൈനസ് 144a² b പ്ലസ് 108ab². ഇതും സെയിം ഐഡന്റിറ്റി a മൈനസ് b ഹോൾ ക്യൂബ് അത് തന്നെയാണ് വരിക. അപ്പോൾ ഇതിൽ 64 എന്നുള്ളത് നമുക്ക് ഇതാ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ് 64. 16 ഇൻറ്റു 4 64 വരും. അപ്പോൾ 4a ഹോൾ ക്യൂബ് മൈനസ് 27 എന്നുള്ളത് 3b ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു a² എന്ന് പറയുന്നത് ഇവിടെ 4a ഇൻറ്റു 3b പ്ലസ് 3 ഇൻറ്റു 4a ഇൻറ്റു 3b² 3b ഹോൾ സ്ക്വയർ 3. അപ്പോൾ ഇതിൽ നമുക്ക് 4a മൈനസ് 3b ഹോൾ ക്യൂബ് വരും. 27p³ മൈനസ് 1/216 മൈനസ് 9/2p² പ്ലസ് 1/4p. ഇതിൽ നമുക്ക് 27 ഇപ്പം മനസ്സിലായി. 3ന്റെ 3³ ആണ് 27. ഈ 216 എന്ന് പറയുന്നത് 6³ ആണ്. 6 ഇൻറ്റു 6 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 216 കിട്ടും.
അപ്പോൾ ഇത് സെയിം ഐഡൻറ്റിറ്റി, നിങ്ങൾ ഐഡൻറ്റിറ്റി എഴുതിയിട്ട് ചെയ്യണം. എ മൈനസ് ബി ഹോൾ ക്യൂബ് തന്നെയാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ 27p ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 3p ഹോൾ ക്യൂബ് വന്നു, മൈനസ് ഇവിടെ 1/6 ഹോൾ ക്യൂബ്. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബായി. ഇനി 3a സ്ക്വയർ, എ എന്ന് പറയുന്നത് 3p ആണ്, 3p ഹോൾ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ബി, ബി പറയുന്നത് ഇവിടെ 1/6 പ്ലസ് 3 ഇൻറ്റു 3p ഇൻറ്റു 1/6 ഹോൾ സ്ക്വയർ. ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് നമുക്ക് ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ 27pq ആയി, ഇത് 1/216 ആയി. ഇനി ഇതിൽ ഇപ്പോൾ 3, ഇവിടെ 9p സ്ക്വയർ, 2 ക്യാൻസലായി. അപ്പോൾ 9p സ്ക്വയർ ബൈ 2 വന്നു. ഇതിൽ ഇപ്പം 6 36 ആയി, 36ഉം ഇവിടെ 9 ഉണ്ട്. അപ്പം നമ്മൾ 36നെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4p. അപ്പോൾ കറക്റ്റായി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ ഇത് 3p മൈനസ് 1/6 ഹോൾ ക്യൂബ്. ഇങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ verify x cube plus y cube equal to x plus y into x square minus xy plus y square. അതായത് x cube plus y cube equal to x plus y into x square minus xy plus y square. വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം LHS എന്താണ്? x cube plus y cube. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുക. RHS എന്ന് പറയുന്നത് നമുക്കിവിടെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യുക? ഇതിനേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് കൊണ്ട് ഇതിനെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ വൈ കൊണ്ടും ഇതിനെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ, എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി വൈ കൊണ്ട് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ തന്നെ. വൈ ഇൻറ്റു മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് മൈനസ് എക്സ് വൈ സ്ക്വയർ. വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈ ക്യൂബ്. അപ്പോൾ ഇതിൽ നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ വൈയും പ്ലസ് എക്സ് സ്ക്വയർ വൈയും ക്യാൻസലായി. അതുപോലെ എക്സ് വൈ സ്ക്വയറും മൈനസ് എക്സ് വൈ സ്ക്വയറും ക്യാൻസലായി. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അതെന്തിന് ഈക്വൽ ആണ്? LHSന് ഈക്വൽ ആണ്. അപ്പോൾ therefore LHS ഈക്വൽ ടു RHS. നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് രണ്ടും ഈക്വൽ ആയി. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഇതെല്ലാം ഐഡന്റിറ്റി തന്നെയാണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇതിൽ ഓർമ്മിക്കേണ്ടത് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് വരുമ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. നേരത്തെ നമുക്ക് ഇവിടെ മൈനസ് ആണ് വന്നത്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ LHS എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് വരും. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. ഇനി RHS നമ്മൾ ഇതുപോലെ നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് മൈനസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ വൈ ക്യാൻസലായി, എക്സ് വൈ സ്ക്വയർ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് കിട്ടി. അപ്പോൾ നേരത്തെ LHS equal to RHS. Hence, factorize each of the following: 27y cube plus 125 z cube. ഇതിൽ നമ്മൾ ഐഡന്റിറ്റി ഏതാണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഐഡന്റിറ്റി ആദ്യം എഴുതുക, എന്നാൽ നമ്മൾ തെറ്റിപ്പോയാൽ എന്തെങ്കിലും മാർക്ക് കിട്ടും. അപ്പോൾ ഇനി 27y ക്യൂബ് പ്ലസ് 125 z ക്യൂബ് ആണല്ലോ. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 27y അല്ല 3y ഹോൾ ക്യൂബ് പ്ലസ് 5z ഹോൾ ക്യൂബ്. ഇങ്ങനെ മാറും. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 ആയി, 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആയി.
അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 3y പ്ലസ് 5z ഇൻറ്റു എക്സ് സ്ക്വയർ നമ്മളത് എന്താ എക്സ് 3y, അപ്പോൾ 3y ഹോൾ സ്ക്വയർ മൈനസ് ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇടാൻ നോക്കുക. നിങ്ങൾ 3y സ്ക്വയർ ചെയ്ത് 3 സ്ക്വയർ ചെയ്യില്ല. അപ്പോൾ 3y ഹോൾ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 3y ഇൻറ്റു 5z പ്ലസ് 5z ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ വരും? 3y പ്ലസ് 5z ഇൻറ്റു ഇവിടെ 3y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9y സ്ക്വയർ, ഇവിടെ മൈനസ് 15yz പ്ലസ് 25z സ്ക്വയർ. 64m³ മൈനസ് 343n സ്ക്വയർ. ഇതിൽ നമുക്ക് വരുന്നത് x³ മൈനസ് y³. x³ മൈനസ് y³ എന്ന് പറയുമ്പോൾ x മൈനസ് y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ആയിട്ട് ഇനി ഇതിൽ നമ്മൾ ഇത് ഓരോന്നിൻ്റെ ഏതിൻ്റെ നമ്പേഴ്സിൻ്റെ ക്യൂബാന്നുള്ളത് അറിയണം. 64 എന്ന് പറഞ്ഞാൽ ഈ 4-ലല്ല അവസ്ഥ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ് 64. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4m ഹോൾ ക്യൂബ് മൈനസ് ഈ 343 എന്ന് പറയുന്നത് 7ൻ്റെതാണ്. 7 ഇൻറ്റു 7 ഇൻറ്റു 7 ആണ്. അത് ഓരോന്നിൻ്റെ ക്യൂബ് കുറച്ച് ഓർമ്മിച്ച് നോക്കിയാൽ മതി. 3³ 27, 4³ 64, 5³ 125, 6³ നമ്മൾ നേരത്തെ നോക്കിയത് 216. ഇനി 7³ എന്ന് പറഞ്ഞാൽ 343. അപ്പോൾ 7n ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4m മൈനസ് 7n ഇൻറ്റു 4m എക്സ് സ്ക്വയർ. എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ നമുക്ക് 4m ആണുള്ളത്. 4m ഹോൾ സ്ക്വയർ പ്ലസ് 4m ഇൻറ്റു 7n പ്ലസ് 7n സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 4m മൈനസ് 7n ഇൻറ്റു 4m ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16m സ്ക്വയർ പ്ലസ് 28mn പ്ലസ് 49n സ്ക്വയർ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.